വെൽക്കം ബാക്ക് ടു അസൻസ് ക്യൂട്ട് ബുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മൾ ബെഡൊക്കെ സെറ്റ് ആക്കിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് രാവിലത്തെ കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേറെ പരിപാടിയിലേക്ക് പോവാതെ. അപ്പോൾ ഗൈസ് അങ്ങനെ രാവിലത്തെ കോഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് നേരം നടക്കാൻ പോകാതെ. അങ്ങനെ ഞങ്ങൾ രാവിലെ നടക്കാൻ പോയി. നല്ല വെയിലുണ്ടായിരുന്നു രാവിലെ. പിന്നെ ടെറസിനോട് ചേർന്നാണ് ജിം. അപ്പോൾ ഞങ്ങൾ ജിമ്മിലൊന്ന് വിസിറ്റ് ചെയ്തു. ഞാനാണെങ്കിൽ വെറുതെ ആ സൈക്ലിംഗ് മെഷീനിൽ കയറി ഒന്ന് വെറുതെ സൈക്കിൾ ചെയ്തു. രാവിലെ ജിമ്മിൽ അധികം ആൾക്കാരൊന്നും കണ്ടില്ല. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ പഠിക്കാനിരിക്കുമായിരുന്നു. അടുത്ത ദിവസം എനിക്ക് എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നേ. ചേട്ടന്റെ കോളേജിൽ തന്നെയായിരുന്നു എൻട്രൻസ് എക്സാം എനിക്ക്. അപ്പോൾ ഒരു കുറച്ചു നേരം പഠിച്ചു. അത് കഴിഞ്ഞ് നേരെ ക്ലീനിങ് പ്രോസസ്സിലേക്കാണ് എനിക്ക് കിടക്കേണ്ടത്. കുറച്ച് മെസ്സുണ്ട് വീട്ടില്. അപ്പം ഞങ്ങൾ അത് ക്ലീൻ ചെയ്യുകയാണ്. ഇതാ നോക്ക്, ബുക്സ് ഒക്കെ ഒരുമാതിരി ആയിരിക്കാണ്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതേ നമ്മുടെ സ്പെഷ്യൽ കുക്കറി ബുക്കാണ്. കുറെ കുക്കറി ഇതുണ്ട്. മമ്മയുടെ ഇതൊന്ന് പണ്ട് ഞാൻ വാശിക്ക് മേടിച്ച ബുക്കാണ്. ക്ലീനിങ് സ്റ്റാർട്ട് ആയപ്പോ തന്നെ കാണാതെ പോയ കുറെ ബുക്സ് കണ്ടു കിട്ടിയേ. ക്ലീനിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. എന്തായാലും ബുക്സിന് അത്ര പൊടിയൊന്നും ഇല്ലായിരുന്നേ. പിന്നെ ഈ സീക്രട്സ് എന്നുള്ള ബുക്കേ ബോർഡ് എക്സാമിന് മുന്നേ റിവ്യൂ ഇടാന്ന് പറഞ്ഞ് ഇട്ടിരുന്നതാണ് ഒരു ഷോർട്സിനകത്ത്. പക്ഷെ അത് മിസ്സായിപ്പോയി. പിന്നെ ബോർഡ് എക്സാം ആയതുകൊണ്ട് അത് കണ്ടു കിട്ടിയില്ല. ഇനി ഈ ബുക്ക് പതുക്കെ റീഡ് ചെയ്ത് വരണം. അങ്ങനെ ആ ഓർഗനൈസർ ക്ലീനിങ് സെറ്റാക്കിയേ. പിന്നെ ആ ഓർഗനൈസർ കഴിഞ്ഞ് നമുക്ക് വേറൊരു ടേബിൾ സെറ്റാക്കാനുണ്ടായിരുന്നേ. എന്തായാലും നല്ല പൊടി ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസറിലെ ബുക്സിന് അധികം പൊടിയില്ലായിരുന്നു. പക്ഷെ ഈ ടേബിളിൽ വന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആന്റിക്ക് പോലെ വെക്കുന്നതുകൊണ്ട് എപ്പോഴും അത് എടുക്കാത്തതുകൊണ്ടും അതിനകത്ത് നല്ല പൊടി ഉണ്ടായിരുന്നു. ആ പൊടിയൊക്കെ ജസ്റ്റ് തൂത്തെടുത്തു. അല്ലാതെ നമ്മൾ നനച്ചിട്ട് എങ്ങനെ തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗൈ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടേബിളിൽ ഈ പത്രം പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് ടേബിളിൽ ഡയറക്റ്റ്ലി കുറെ പൊടി അടിച്ചിട്ടില്ലായിരുന്നേ. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ കാര്യങ്ങളൊന്നും മാറ്റി പിടിച്ചു. പത്രം ഇല്ലാ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടി. എന്തായാലും ആ ടേബിളിന്റെ താഴവും മേൾഭാഗവും ശരിയാക്കിയപ്പോഴത്തേക്ക് അത് നല്ലതായിട്ട് സെറ്റാക്കി. അത് കഴിഞ്ഞ് വീടൊന്ന് തൂത്തു. പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് മമ്മി എനിക്കൊരു വാട്ടർമെലൺ ജ്യൂസ് തന്നെ. അത് നല്ല റീഫ്രഷിങ് ആയിരുന്നേ. ഇപ്പൊ ബാംഗ്ലൂരിൽ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടവേദന വരത്തില്ല കേട്ടോ. ഇനി നമുക്ക് കുളിക്കാൻ പോകും. അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ തിരിച്ചു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ കുളിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോകാം. ബിരിയാണിയും കേടുമാണ് എൻ്റെ ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഇനി എണ്ണയിട്ടിട്ട് നമ്മൾ ചായ കുടിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം നമ്മളാണെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ക്യാമറ കണ്ടുപിടിച്ചിരുന്നു. അപ്പം അതിൻ്റെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പം ആ ക്യാമറയുടെ ഉള്ളിലുള്ള ഫോട്ടോസ് നമുക്ക് നോക്കാം. ചായ കുടിച്ചു കഴിഞ്ഞ് ആ ക്യാമറ പോയി നോക്കിയപ്പോൾ അതിന് കുറച്ചും കൂടെ ചാർജ് വേണമായിരുന്നു. അപ്പം അത് ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഞാൻ ഈ സീക്രട്സ് എന്നുള്ള ബുക്ക് വായിച്ചു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ആ ബാറ്ററി ഫുൾ ചാർജ് ആയേ. ക്യാമറ ഓൺ ആക്കി നോക്കിയപ്പോഴത്തേക്ക് 2010 ഡേറ്റ കിടക്കുന്നതിനകത്ത്. പിന്നെ ഡേറ്റും ടൈമും ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഞാൻ നേരെ ഫോട്ടോസ് നോക്കാൻ പോയി. എന്തായാലും അധികം കളക്ഷൻ ഫോട്ടോസ് ഒന്നും അതിനകത്തില്ലേ. ചിലതൊക്കെ പണ്ടത്തെയാണ്, ചിലതൊക്കെ പുതിയതാണ്. പിന്നെ ഈ കാണുന്ന ചക്ക, അതായത് നമ്മൾ ഒരു വർഷം മുന്നേ ഒരു ഫാം ഹൗസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫാം ഹൗസിൽ ഞങ്ങൾ കോവിഡ് സമയത്ത് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത വീഡിയോസ് ആണ്. വീഡിയോസും ഉണ്ട്, ഫോട്ടോസും ഉണ്ട്. അപ്പൊ അവിടെ ചക്ക, മാങ്ങ, സപ്പോട്ട അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കിട്ടും. ഗ്രേപ്സ് വരെ കിട്ടും. പിന്നെ ഈ ഫോട്ടോയെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു സപ്പോട്ടനെ കുറെ ബഗ് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ്. അപ്പൊ ഈ ഫോട്ടോ എനിക്ക് കൗതുകം തോന്നിയോണ്ട് എടുത്തതാണ്. അങ്ങനെ എടുത്ത ഫോട്ടോസ് എല്ലാം കണ്ടു കഴിഞ്ഞ് എനിക്ക് പിടി കിട്ടിയത് ക്യാമറ വർക്കിംഗ് ആണ്. അങ്ങനെ ഞാൻ ആ ക്യാമറ ഓഫാക്കി വെച്ചിട്ട് ഒരു സ്റ്റോൺ ആർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ താഴെ നിന്ന് എടുത്തൊരു സ്റ്റോൺ ഉണ്ട്, അതിനകത്ത് അതെടുത്തു. എന്നിട്ട് പെയിന്റ് ഒക്കെ എടുത്ത് സെറ്റാക്കി. ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് ഒരു സീനറി ആർട്ട് വെച്ച് തുടങ്ങാന്ന് വിചാരിച്ചു. അതാവുമ്പോ ഈസി ആണല്ലോ. അങ്ങനെ ഇതാ സ്റ്റോൺ ആർട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആദ്യം ഒരു 5 കളർ പെയിന്റ് എടുത്തിട്ട് സ്റ്റോണിന്റെ മുകളിൽ വെറുതെ കൊണ്ട് തേച്ച് വെച്ചു. പിന്നെ ഈ കളേഴ്സ് എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുമായിരുന്നു.
എവിടേക്കോ പെയിന്റ് കുറവാന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ എക്സ്ട്രാ പെയിന്റ് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നേ. അതൊക്കെ ചെയ്യണം. അങ്ങനെ പതുക്കെ ഞാൻ അങ്ങ് സ്കൈ സെറ്റാക്കി. പിന്നെ സ്കൈന്റെ താഴ്വാരാണ് സെറ്റ് ആക്കേണ്ടത്. അതിന് ഞാനാണെങ്കിൽ യെല്ലോയും ഗ്രീനും യൂസ് ചെയ്തു. എന്നിട്ട് അത് കമ്പൈൻ ചെയ്ത് നോർമൽ പേപ്പറിൽ ചെയ്യുമ്പോൾ ഈ താഴ്വാര എനിക്ക് നോർമലി സെറ്റായി കിട്ടാറില്ല. ഇതിനകത്ത് എനിക്ക് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് ഈ ഗ്രീനിന്റെ യെല്ലോന്റെ മുകളിൽ നമ്മൾ ഈ റിവർ വരയ്ക്കേണ്ടി വരും. അപ്പൊ ഈ ഗ്രീനിന്റെ യെല്ലോന്റെ കൂടെ ബ്ലൂ അടിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാലേ ഈ ഗ്രീൻ ഇങ്ങനെ കാണിക്കുന്ന രീതിയിൽ മുകളിൽ നിൽക്കും. അങ്ങനെ ഗ്രീനും യെല്ലോ ഒക്കെ മിക്സ് ചെയ്ത് പാടം സെറ്റായി കിട്ടി. ഇനി അതിന്റെ മുകളിൽ കൂടെ റിവർ വരയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ റിവർ വരയ്ക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇത് ഡ്രൈ ആയി കഴിഞ്ഞ് റിവർ വരയ്ക്കാന്ന്. അപ്പോൾ ഞാൻ സെറ്റായി കിട്ടും എന്നാണ് വിചാരിച്ചത്. ഡ്രൈ ആയി കഴിഞ്ഞാൽ ആദ്യം വരച്ചത് മൗണ്ടൻസ് ആണ്. മൗണ്ടൻസ് സെറ്റാക്കാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്ലൗഡ്സ് ആണ് സെറ്റാക്കി കൊടുത്തത്. ഈ ക്ലൗഡ്സിന്റെ കേർവൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് നല്ല പാടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് വെച്ചാൽ വേറെ കളറുള്ള പേപ്പറിൽ ഈ ബ്രഷ് കൊണ്ട് തന്നെ ഒരു ക്ലൗഡൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടാണ് ചെയ്തത്. എന്തായാലും അവസാനം അത് നല്ല സെറ്റാക്കി കിട്ടിയേ. പിന്നെ ആ താഴ്ഭാഗം അതൊന്നും കൂടെ സെറ്റാക്കാൻ വേണ്ടി അതിനകത്ത് ഒന്നും കൂടെ പെയിന്റ് അടിച്ചു കൊടുത്ത് യെല്ലോ പെയിന്റ് വെച്ചിട്ട് അത് കഴിഞ്ഞ് റിവർ വരയ്ക്കാനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നേ. ആദ്യം വെള്ളയും പിന്നെ ബ്ലൂവും കൂടെ സെപ്പറേറ്റ് ഒരു പാലറ്റിൽ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അടിച്ചത്. ഇനി എങ്ങനെയാണ് ഞാൻ ആ റിവർ വരച്ചതെന്ന് കാണാവേ. എന്നാലും ആ റിവറിനകത്ത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഗ്രീനൊക്കെ കയറി വന്നായിരുന്നേ. പിന്നെ സൈഡ്സിലായിട്ട് ഞാൻ ബുഷൊക്കെ വരയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അത് അത്ര സെറ്റായില്ല. പിന്നെ അത് മാറ്റേണ്ടി വന്നു. പിന്നെ വെറുതെ കുത്തായിട്ട് ഞാൻ റോസസ് കൊടുത്തു ആ കല്ലിന്റെ മുകളിൽ. പിന്നെ റോസ് വരയ്ക്കുന്നതിന് മുന്നുള്ള ഇടയ്ക്കുള്ള എക്സ്പെരിമെന്റ് ആയി യെല്ലോ പൂക്കൾ കൊടുത്തിട്ടുള്ള എക്സ്പെരിമെന്റ്. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ റിവറിനും മൗണ്ടനും ഒരു ബ്ലാക്ക് ബോർഡർ കൊടുത്തേ. ബ്ലാക്ക് പെയിന്റ് വെച്ച് ട്രേസ് ചെയ്യാൻ നല്ല പാടായിരുന്നു. റിവറിന് ബോർഡർ കൊടുത്തപ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര തിക്കായിട്ടും റൈറ്റ് സൈഡിൽ ഭയങ്കര തിന്നായിട്ടും വന്നു. പക്ഷെ അത് കാണാൻ വിയേഡൊന്നും ആയിരുന്നില്ല, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ മൗണ്ടനും റിവറിനും ഒക്കെ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെറ്റായേ. അത് കഴിഞ്ഞാണ് ഈ റോസ് പോലെ കുത്തിടാൻ തുടങ്ങിയത്. വിചാരിച്ചൊന്നും ടോട്ടലി ഡിഫറെന്റ് ആണെങ്കിൽ പോലും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ സ്റ്റോൺ ആർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിചാരിച്ചേ ഈ ക്യാമറ കൊണ്ടൊന്ന് ഫോട്ടോ എടുത്താലോ എന്ന്. കാരണം ഇതൊരു പഴയ ക്യാമറ അല്ലേ. അപ്പൊ ഇതിനകത്തൊരു ഫോട്ടോ എടുത്താൽ എങ്ങനെ കിട്ടും എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഐഫോണുമായിട്ടൊക്കെ ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഇനി ഈ ക്യാമറയെ കുറിച്ച് പറയുവാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് പറയാൻ. ഈ ക്യാമറ സൂക്ഷിച്ച് നോക്കിയാല് താഴെ ഈ ബാറ്ററി വെക്കുന്ന സ്ഥലം പൊട്ടിയിരിക്കുമായിരിക്കും. അതായത് ആ ഓപ്പണിങ് ക്ലോസിങ് ഒരു ഡോർ പോലത്തെ ഒരു സാധനം അതിങ്ങനെ പൊട്ടിയിരിക്കുവാണ്. അതെന്താന്ന് വെച്ചാല് ചെറുപ്പത്തിൽ ഞാൻ ഈ ക്യാമറ എന്റെ കയ്യിൽ ആദ്യമായിട്ട് പപ്പ ജസ്റ്റ് ഒന്ന് തന്നപ്പം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഞാൻ താഴെ ഇട്ടു. അങ്ങനെ അത് പൊട്ടിപ്പോയി. പക്ഷെ ഭാഗ്യത്തിന് ക്യാമറയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ അങ്ങനെ വീണോണ്ട് ഇതെപ്പോൾ നമ്മൾ എടുക്കുന്നോ അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ബാറ്ററി വെക്കുന്ന സ്ഥലം തുറന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പലവട്ടം ടേപ്പിട്ട് അടയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. എടുത്ത ഫോട്ടോ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. എന്തായാലും സ്റ്റോൺ ആർട്ടും ആ ഫോട്ടോയും നമുക്ക് രണ്ടും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റോൺ ആർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ സമയമായേ. ഡിന്നറിന് എന്താ സ്പെഷ്യൽ എന്ന് അറിയത്തില്ല, നോക്കണം. അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.